ഹലോ ഗൈസ്, വെൽക്കം ടു മൈ വ്ളോഗ്. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് കോളിംഗ്വുഡിൽ ബ്ലൂ മൗണ്ടെയ്ൻസാണ്. സോ ജസ്റ്റ് ഫോളോ മീ. നല്ല കാറ്റും തണുപ്പുണ്ട് കേട്ടോ. നല്ല സ്നോഫോളാണ് ഇപ്പം. പിന്നെ വിൻഡ് പറഞ്ഞു കഴിഞ്ഞാൽ 35 km/h. ഒരു രക്ഷയില്ല. ഹോപ്പ്ഫുള്ളി നല്ലൊരു ദിവസമാവട്ടെ. അങ്ങനെ ഞങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പിന്നോട്ടെടുത്തു. വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ഞങ്ങൾക്ക് ഒരു 5-10 മിനിറ്റ് വേസ്റ്റ് ആയി. എന്താ വെച്ചാൽ തണുപ്പ് നല്ലോണ്ട്. കണ്ടോ, നിങ്ങൾക്ക് ചില്ല് കാണാം. ഫുൾ ഐസ് ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുക. സോ ഹീറ്റർ ഫുൾ ഫ്ലഡ്ജഡ് ഓൺ ചെയ്താലേ നമുക്ക് കാര്യം നടക്കുള്ളൂ. ഒരു എന്താ പറയുക, ഇവിടെ ക്ലൈമറ്റ് പറഞ്ഞാൽ ഭയങ്കര സർപ്രൈസിങ് ആണ്. ഇന്നലെ വരെ നല്ല ചൂടില്ലെങ്കിലും നല്ലൊരു സൺലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സമയമായിരുന്നു. ഇന്ന് പെട്ടെന്നാണ് തണുപ്പ് എക്സ്ട്രീം ആയത്, പെട്ടെന്ന് സ്നോഫോളും. സോ ഒരു പ്രത്യേക തരം ഒരു കൺട്രിയാണ് കാനഡ. ഞങ്ങൾ പുതിയതായതുകൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു. പിന്നെ ഇപ്പോൾ ഞങ്ങൾക്ക് വിശന്നിട്ട് ടിം ഹോട്ടൻസ് ഒന്ന് വന്നിട്ട് കഴിച്ചിട്ട് പോകാമെന്ന് പ്ലാൻ ചെയ്തിട്ട് ടിം ഹോട്ടൻസ് വന്ന് നിന്നു. കഴിക്കണമെന്നൊന്നും കാണിക്കില്ല വീഡിയോയിൽ, പക്ഷേ നമ്മൾ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് കഴിച്ച് വൈൻഡപ്പ് ചെയ്ത് വിടാനുള്ള പ്ലാനാണ്. അങ്ങനെ ഞങ്ങൾ ടിംസിൽ നിന്ന് കുറച്ച് സ്നാക്സും കോഫിയൊക്കെ കുടിച്ചൊന്ന് ഫ്രഷായി, കുറച്ച് എനർജിയും കൂടിയായി. ഇവിടെ ടിംസ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നമുക്ക് കോർണറിലും നമുക്ക് ടിംസ് കാണാം. അവിടെ നമുക്ക് ഇവിടെ എല്ലാം ഒരു 5 കിലോമീറ്റേഴ്സിൻ്റെ റേഡിയസിൽ നമുക്ക് ടിംസ് കിട്ടുമെന്ന് ഉറപ്പാണ്. സോ അവിടെ കയറി, അവിടെ ആണെങ്കിൽ കുറേ ബെനിഫിറ്റ്സും കാര്യങ്ങളും കുറേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ തരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഡിസ്കൗണ്ട് കിട്ടും, ചിലപ്പോൾ ഫുൾ പേയ്മെൻ്റ് ആവും. പക്ഷേ എനിവേസ് നമുക്കൊരു എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഇതാണ് ബ്ലൂ മൗണ്ടെയ്ൻസ്. പിന്നെ നല്ല കാറ്റും എന്താ പറയുക, സ്നോൻ്റെ ആ ഹിറ്റുണ്ടോ അത് നമുക്ക് വണ്ടിയിലിരുന്നിട്ട് തന്നെ ഫീൽ ചെയ്യാം. എന്ത് ഭംഗിയെന്നറിയോ. ആക്ച്വലി ഈ സ്നോ സ്റ്റോമും സ്നോ ഉള്ളതുകൊണ്ടും കൂടി ആവാം ചിലപ്പോൾ ഇത്രയും ഭംഗി നമുക്ക് ഫീൽ ചെയ്യണം. ഒരു രക്ഷയില്ല, ഭയങ്കര ഒരു വ്യൂ ആണ്. ഒരു ഭയങ്കര പ്രത്യേകത മുമ്പിൽ കാണുന്നുണ്ടല്ലേ, അവിടെ സ്കീ മുതൽ എല്ലാ വിൻ്റർ ആക്ടിവിറ്റീസും ഉണ്ട് കേട്ടോ, എല്ലാവിധ ആക്ടിവിറ്റീസും. പിന്നെ ഭയങ്കര ഭംഗിയാണ്. അത് ഈ വീഡിയോയിൽ എത്രത്തോളം പോർട്രേ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷേ കാനഡയിലുള്ളവർ എന്തായാലും ഇവിടെ വന്ന് കാണണം, കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണം. ഭയങ്കര ഭംഗിയാണ്. പക്ഷേ ഇനി വിൻ്റേഴ്സ് കഴിഞ്ഞാൽ സമ്മർ ആക്ടിവിറ്റീസ് ആവും മോസ്റ്റ്ലി ഇവിടെ. പക്ഷേ എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല, ഞാൻ അതിൻ്റെ അപ്ഡേറ്റ് പിന്നെ തരും. പക്ഷേ ഇപ്പോൾ തൽക്കാലം ഭയങ്കര സൂപ്പർബാണ് ഇവിടെ. ബാക്കി വിശേഷം ഇനിയും പറയാട്ടോ. അടിപൊളിയാണ്. ഇപ്പോൾ തന്നെ കാണുമ്പോൾ ഭയങ്കര ഒരു മെസ്പറൈസിങ് ഒരു ഫീലാണ്. ഭയങ്കര ഒരു എന്താ പറയുക, ഒരു മാജിക്കൽ ഫീൽ. ലെറ്റ്സ് സീ നെക്സ്റ്റ് എന്തൊക്കെയാണ് നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റണം. അങ്ങനെ സ്നോ സ്റ്റോമും കടന്ന് ഞങ്ങൾ എത്തിയിരിക്കുകയാണ് ഫ്രണ്ട്സ്. അവസാനം ഞങ്ങൾ എത്തി. ഒരു നല്ലൊരു ഇപ്പം തന്നെ ഒരു നല്ലൊരു എനർജിയാണ്. വെച്ച് എന്താണ്ടാവും പോകുന്നത്. അവിടെ ആൾക്കാരൊക്കെ വരിക, ഇപ്പോഴും വരികയാണ് ആൾക്കാർ. ഇപ്പോഴും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സ്നോ സ്റ്റോം ഇതൊന്നും ആർക്കും ഒരു പ്രശ്നമില്ല, ഇപ്പോഴും ആൾക്കാർ വരുന്നുണ്ട്. മൈ ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ ബ്ലൂ മൗണ്ടെയ്ൻ വില്ലേജിൻ്റെ പാർക്കിങ്ങിൽ വണ്ടി ഇങ്ങനെ പാർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. പക്ഷെ സത്യം പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. പ്രതീക്ഷയേക്കാളും ഭയങ്കര അധികം ഒരു വൈബാണ്, ഒരു ആംബിയൻസും ഒരു എന്താ പറയുക, ഭയങ്കര ഒരു പറയൊരു വാക്കില്ല. ശരിക്കും നിങ്ങൾ വന്ന് കാണാം. ഇതാണ് വില്ലേജ്, ബ്ലൂ മൗണ്ടെയ്ൻസ് വില്ലേജ്. ഇതിനകത്ത് കുറേ ഷോപ്സ് അതേമാതിരി കുറേ കാര്യങ്ങളുണ്ട് എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. സോ ലെറ്റ്സ് സീ. ഓക്കെ, നമുക്ക് പോയിക്കൊണ്ട് നോക്കിക്കൊണ്ടിരിക്കാം ഓരോരോ കാര്യങ്ങൾ എന്തൊക്കെയാണ് മുന്നിൽ വരാൻ പോകണമെന്ന് നമുക്കറിയില്ലല്ലോ. ഐ ആം സൂപ്പർ എക്സൈറ്റഡ്. ലെറ്റ്സ് സീ. എന്താ വ്യൂ. ഇവിടെ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. റിസോർട്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നേരെ പിന്നോട്ടും ബാക്ക് സൈഡ് അതൊക്കെ നോക്കുമ്പോൾ ഐ തിങ്ക് ഇവർക്ക് ആ ബ്ലൂ മൗണ്ടെയ്ൻ വ്യൂ കിട്ടും എന്നാണ് എൻ്റെ വിശ്വാസം. ലെറ്റ്സ് സീ. പിന്നെ ഇവിടെ കണ്ടോ എല്ലാവിധ കടകളും ബ്രാൻഡ്സും ഉണ്ടെന്നാണ് തോന്നണത്. ഫുഡ് ഔട്ട്ലെറ്റ്സ്
അതേമാതിരി പല രീതിയിലത്തെ കുറേ ബ്രാൻഡ്സും കാര്യങ്ങളൊക്കെ കാണാം. ഇതുവരെ കാണാത്ത കുറേ ബ്രാൻഡ്സും ഷോപ്പ് നെയിമൊക്കെ ഞാനിവിടെ കാണുന്നു. ലെറ്റ്സ് സീ. എന്തൊരു ഭംഗി! നോ നോ വേ. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇന്ത്യയിൽ ട്രാവൽ നല്ലോണം ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ഷിംല വൈബും കൂടി കിട്ടും. പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടി ഒരു 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 നല്ലൊരു ഭംഗിയുണ്ട് ഇവിടുത്തെ ഒരു ടോട്ടൽ ഒരു ഔട്ട്ലുക്കും കാര്യങ്ങളൊക്കെ. എനിക്കാണെങ്കിൽ ഭയങ്കര പവർഫുൾ ഫീലിംഗ് അവിടെ വന്നിട്ട് സൂപ്പർ എക്സൈറ്റഡ് ആയത് ഉണ്ടാവുക. ഫുൾ ഓൺ എനർജിയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കാണാം. ഞങ്ങളിവിടെ തണുപ്പ് മരവെച്ചിരിക്കും. നേരത്തെ നല്ല പാട്ട് നല്ല വൈബൊക്കെ കുറച്ച് ഡാൻസൊക്കെ കളിച്ച് ഇതൊരു സർക്കിളൊരു സ്പേസ് നമ്മൾ നിന്ന് ഞങ്ങളെ ഒരു ചെറിയൊരു ബോൺഫയർ മരങ്ങളൊക്കെ ഇട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾ വേറൊരു ലൈനിലേക്ക് പോയി. ഒരു അത്യാവശ്യം കാണുന്ന രീതിയിൽ നല്ല രീതിയിലും ദൂരം കാണുന്ന ഒരു കുറേ ഷോപ്സും കാര്യങ്ങളും ചെറിയ ഹോം സ്റ്റേമാരൊക്കെ ഉണ്ട് തോന്നുന്നു. റിസോർട്ട് സെറ്റപ്പൊക്കെ ഉണ്ട് ഇവിടെ അടുത്തൊക്കെ. പിന്നെ കുറച്ച് എന്താ പറയുക, മാക്സിമം സ്കീ ചെയ്ത് വരുന്ന ആൾക്കാരെ നമുക്ക് കാണാം മുകളിലൊക്കെ. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലം, ഹോട്ട് വാട്ടറിൻ്റെ സെറ്റപ്പൊക്കെ ഉണ്ട് നേരെ കാണുന്ന അതൊക്കെയാണ്. പിന്നെ ഇപ്പുറത്തൊരു ലേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കാണാൻ നല്ല ഭംഗിയാട്ടോ. എന്താ പറയുക, ഇപ്പോൾ ഭയങ്കര ഒരു ഭംഗി. അതാണ് ഈ സ്ഥലത്തിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അത് നമ്മൾ കണ്ടു തന്നെ അറിയണം. സോ എല്ലാവരും ഇവിടെ വരണം എന്നാണ് ഞാൻ പറയുന്നത്. സോ ഇത് നാട്ടിൽ ഇരുന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്നിട്ട് ഇതൊക്കെ കാണാൻ പറ്റുന്നത് തന്നെ ഒരു എന്താ പറയുക, എനിക്കുള്ളൊരു ഭാഗ്യം എന്നാണ് ഞാൻ വിചാരിക്കണം. അപ്പോൾ നല്ല ഭംഗിയിൽ തന്നെ സ്ട്രക്ചർ ചെയ്ത് വെച്ചിരിക്കണം. അവിടെ ഭയങ്കര നീറ്റുമാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഫോളോ ദ ട്രെയിൽ എന്നുള്ള ഒരു ബോർഡും കാര്യങ്ങളൊക്കെ കാണാം. അപ്പം നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ അത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെയാണ് ഇതിൻ്റെ റൂട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ സ്ഥലം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് റൗണ്ടായിട്ട് നമുക്കിത് ഫുൾ ചുറ്റിക്കറങ്ങിയിട്ട് വരാം. സോ ഈ കാണുന്ന മുഴുവൻ എന്താ പറയുക, ബ്ലൂ മൗണ്ടൻ വില്ലേജിനകത്തുള്ള ആ ഒരു പെർട്ടിക്കുലർ പ്രിമൈസസിൻ്റെ അകത്തുള്ള ഒരു സെറ്റപ്പാണ്. എന്ത് ഈസിയായിട്ട് താഴത്തേക്ക് വരുന്നത്. അത്യാവശ്യം നല്ല ഹൈറ്റൊക്കെ ഉണ്ട്. പക്ഷേ ഇത്രയും കാറ്റും സ്നോ സ്റ്റോമിലും ഇത്രയും സ്നോയിലൊക്കെ അവർ ശരിക്കും പ്രൊഫഷണലായിട്ട് തന്നെ അവർ സ്കീ ചെയ്ത് വരുന്നത്. സൂപ്പർ കൂൾ. പല രീതിയിലെ ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട്. അതിലൊന്നാണ് ഇപ്പോൾ കാണിക്കാൻ പറ്റിയത്. സോ ഇവിടെ നമുക്ക് ട്രെയിനിങ് ചെയ്യാം. അതേമാതിരി പഠിച്ചുകൊണ്ട് നമുക്ക് ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മുന്നോട്ട് പോകാം. അങ്ങനെയൊക്കെ ഉണ്ട്. സോ ഇറ്റ്സ് ടോട്ടലി വർത്ത് വിസിറ്റിംഗ്. അടിപൊളി സ്ഥലം, ഒരു രക്ഷയില്ല. ഇവരൊക്കെ ഉണ്ടോ സൂപ്പറായിട്ട് അവരുടെ എൻജോയ് ചെയ്യുക ശരിക്കും പറഞ്ഞാൽ അവരൊക്കെ. നൈസ്. ഇവർ ഡാൻസ് കളിച്ചുകൊണ്ടാണ് പോണേ. പിന്നെ ഈ സ്ഥലത്ത് എല്ലാവിധ സ്കീ ചെയ്ത് വരുന്നവർക്കൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. അതായത് അവർക്ക് ഏത് ടൈപ്പ് ഭക്ഷണം കഴിക്കണമെങ്കിലും വന്ന് കഴിക്കാം. ക്ഷീണിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിനായുള്ള എല്ലാ സെറ്റപ്പുകളും, പിന്നെ ഇവിടെ റിസോർട്ടും കാര്യങ്ങളും ഉള്ളതുകൊണ്ടൊക്കെ അവർക്ക് ഇവിടെ വരാം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഏരിയനകത്ത് തന്നെ എല്ലാം ഉണ്ട് അവർക്ക്. ഇപ്പം കൗണ്ടേഴ്സ്, അതേമാതിരി അവർക്ക് എന്താണോ വേണ്ടത് എല്ലാം അതിനകത്ത് തന്നെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ എല്ലാവിധ ഫുഡ് കാറ്റഗറിയൊക്കെ ഉണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് കംപ്ലീറ്റ്. ഇവിടെ തന്നെ വന്നു കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ടൊക്കെ കാണാൻ പോകാൻ. എന്താ വെച്ചാൽ ഇവിടെ കുറേ വേറെ പോയിൻറ്റ്സൊക്കെ ഉണ്ട് കോളിംഗ്വുഡിനകത്ത് തന്നെ. സോ ദിസ് ഈസ് വൺ ഓഫ് ദ പോയിൻറ്റ്. അപ്പോൾ ഇവിടെ റിസോർട്ട് തന്നെ സ്റ്റേ ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഓരോരോ പോയിൻറ്റ് ഒരു 2-3 ഡേയ്സ് ഓരോന്ന് സ്കെഡ്യൂൾ ചെയ്ത് നമുക്ക് എല്ലാം എക്സ്പ്ലോർ ചെയ്യാവുന്നേ ഉള്ളൂ. ബട്ട് അതിന് സ്പെസിഫിക്കായ ടൈമും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈതർ ഫോൾ സീസണൊക്കെ നല്ല രസമാവണം ഇവിടെ.
പക്ഷേ ഇപ്പോൾ തൽക്കാലം വിൻ്ററും സ്റ്റോമും സ്നോഫോളും എല്ലാം ഉള്ള സമയത്ത് സൂപ്പറാണ്, ഒരു രക്ഷയില്ല, ഭയങ്കര അടിപൊളി. പിന്നെ ഇവിടുത്തെ ആർക്കിടെക്ചറൊക്കെ കണ്ടു, ഓരോരോ ലുക്കും കാര്യങ്ങളൊക്കെ കുറച്ച് ഡിഫറെൻറ്റാണ്, ഒരു പ്രത്യേക രസമുണ്ട്. എല്ലാം ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ. ഇവരുടെ ബാൽക്കണീസ് ആണെങ്കിലും ഓരോരോ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയിലാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ സ്റ്റേജ് ഏരിയ കേട്ടോ, ഈ കാണുന്നതൊക്കെ. ഇവിടെയൊക്കെ നമുക്ക് വന്ന് താമസിക്കാം, താഴത്തെല്ലാ ഷോപ്സും കാര്യങ്ങളും. ഇതാണ് നമ്മുടെ ഔട്ട് സൈഡ്. അവിടെ അപ്പുറത്ത് കാണുന്ന പാർക്കിംഗ് സ്പേസൊക്കെയാണ്, അവിടെ നമ്മൾ വണ്ടി ഇരുത്തിയിരിക്കണം. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ച് മുന്നോട്ട് പോയിരിക്കുക. ഫുള്ള് സ്നോ പറഞ്ഞാൽ നല്ല കട്ടയ്ക്കുന്ന സ്നോ ഉണ്ട് കേട്ടോ അന്ന്, നല്ല ഇതുണ്ട്. ഇതാണ് ശരിക്കും ഒരു വ്യൂ. പിന്നെ അതിൻ്റെ ബാക്ക് ഹാൻഡിൽ ബ്ലൂ മൗണ്ടൈൻ്റെ വ്യൂ വേറെ ലെവൽ. മനുഷ്യന് തണുത്തിട്ട് നിൽക്കാൻ വയ്യ, മുഖമൊക്കെ മറച്ചു. ഞാൻ മാക്സിമം കവർ ചെയ്യാൻ പറ്റുകയാണ് കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും കുറച്ചുകൂടി ഒരു സുഖം. കണ്ണും മൂക്കുന്നൊക്കെ വെള്ളമൊക്കെ വന്നിട്ട് തണുപ്പാണ്, അത്രയും തണുപ്പ്. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു, ഓരോ എക്സ്പീരിയൻസ് അല്ലേ, നല്ല രസമുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് പോകുമ്പോൾ വീഡിയോയിൽ തന്നെ കാണാം ആൾക്കാർ ഡാൻസും കളിച്ചിട്ടൊക്കെ ഫുൾ എൻജോയ് ചെയ്ത് പോകണേ. ഞാനും ഇടയ്ക്കിടയ്ക്ക് കളിക്കും, എന്നിട്ട് അങ്ങനെ പോവും. ഇതൊക്കെ സ്റ്റേ ഏരിയ ആയി കാണുന്ന മുഴുവൻ. ഇവിടെയൊക്കെ ആൾക്കാർക്ക് വന്ന് താമസിക്കുക, ഇവിടെ നിന്നൊക്കെ തന്നെ വന്ന് പോകണമൊക്കെ എല്ലാവരും. പിന്നെ എല്ലാം കാണാം. ഇപ്പുറത്തുള്ള സ്ഥലമാണ് നമ്മുടെ, ഞാൻ പറഞ്ഞില്ലേ. പിന്നെ അതേമാതിരി വാട്ടർ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. പിന്നെ ഹോട്ട് ബാത്തോ അങ്ങനെ എന്താണ്ടൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഞങ്ങൾ അത്ര എക്സ്പ്ലോർ ചെയ്യാൻ പോയില്ല, എന്താ വെച്ചാൽ അകത്തൊന്നും പോകണ്ടല്ലോ. പിന്നെ ഈ ഡ്രസ്സൊക്കെ ഊരിയിട്ട് എല്ലാം പോയി പറഞ്ഞ് നടക്കില്ല. That's good. That's much better. Much better. Yeah, hey. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ടാവും ആ കാറ്റിൻ്റെ ഫ്ലോ.
എന്ത് പവറായിട്ടാണോ കാറ്റടിക്കണമെന്നറിയോ. ഞങ്ങൾക്ക് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നി, എന്താ വെച്ചാൽ അത്രയും പ്രഷർ ഫീൽ ചെയ്യല്ലോ. പക്ഷേ കുഴപ്പമില്ല, ബാക്കിയുള്ള നല്ല അറ്റ്മോസ്ഫിയറൊക്കെ ആകുമ്പോൾ നമുക്ക് മൂടാവും. ഞങ്ങൾക്ക് എല്ലാവർക്കും ഫുൾ ഓൺ എനർജി ആയിരുന്നു ഫുൾ ടൈം. അങ്ങനെ ഞങ്ങളെല്ലാം കണ്ട് ആകെ വണ്ടടിച്ചിട്ട് തിരിച്ചു പോണ വഴിയാണ്. നമ്മൾ പാർക്കിങ്ങിൽ വണ്ടി ഇട്ടെന്ന് അറിയാം, പക്ഷേ പാർക്കിംഗ് നല്ല വലിയ പാർക്കിങ്ങാണ്. ഇവിടെ വണ്ടി എന്ന് അറിഞ്ഞൂടാ, അപ്പോൾ തപ്പി നടക്കാം ഞങ്ങൾ. അതിനൊപ്പം ഈ കാറ്റും സ്നോവും എല്ലാം കൂടി നല്ല രസമായിരുന്നു. പിന്നെ എൻ്റെ ചാനൽ കണ്ടവരും കാണാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തവരും ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും കൂടി ചെയ്യൂ പ്ലീസ്. കുറേയും കൂടി വീഡിയോ ഇടണം, അതിന് വേണ്ടിയിട്ടും കൂടിയാണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്താലേ നമുക്കൊരു മോട്ടിവേഷൻ കിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ എല്ലാവരും നോട്ട് ചെയ്തിട്ട് തന്നെ ചെയ്യണം, എല്ലാവരും ഷെയർ ചെയ്യണം. പിന്നെ കാനഡയിലുള്ളവർ ഇവിടെ എന്തായാലും വരണം, വന്ന് കാണണം. ഓക്കെ. ഓ അങ്ങനെ അവസാനം ഞങ്ങൾക്ക് വണ്ടി കണ്ടു കിട്ടി, ഇരിക്കണ വണ്ടി. ഓ അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇനി പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇവിടെ ഞങ്ങൾ ഇനി പോയിട്ട് വീട്ടിൽ പോയിട്ട് നോക്കാത്ത അവസ്ഥ എന്താണെന്ന്. ബൈ ബൈ. അങ്ങനെ ഞങ്ങളിവിടെ സ്റ്റാർട്ട് ചെയ്ത് നോക്കിയപ്പോഴാണ് അറിയേണ്ട റൈറ്റ് എടുത്തത്. അപ്പോഴാണ് മനസ്സിലായ റൈറ്റല്ല ലെഫ്റ്റാണ് പോകേണ്ടത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള പാർക്കിംഗ് ആയതുകൊണ്ട് എക്സിറ്റ് എപ്പോഴും തെറ്റും. പക്ഷെ കുഴപ്പമില്ല, എന്നാലും ഇത് ഒരു വണ്ടി പോകാനുള്ള സ്പേസും കൊടുത്തു. ഇച്ചിരി സ്പേസ് എടുക്കേണ്ടായിരുന്നുള്ളൂ, എന്നാലും ഒരു റിവേഴ്സ് എടുത്തു. ഇനി ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് നമ്മൾ പോകണം ഫ്രണ്ട്സ്, പോവാണ്. ആഹാ എന്താ ഭംഗി. അപ്പോൾ പറഞ്ഞൊന്നും മറക്കണ്ട, ഫോളോ, സബ്സ്ക്രൈബ്, ലൈക്ക്. വീണ്ടും കാണാം, ബൈ.